നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടോടി ഗിരിയുടെ പവർ. അവനൊരു കാര്യം ഏറ്റെടുത്ത അത് തീർക്കുമെന്ന് ഗോപാലേട്ടന് അത്രയും ഉറപ്പുള്ളത് ഇവന്റെ ഈ കഴിവുകൊണ്ടാ. അതെ, ഗിരിയേട്ടന്റെ പവർ കണ്ടേ കമ്മീഷണർ പേടിച്ചു പോയി. അല്ലെങ്കിലും ഗിരിയേട്ടന്റെ മുമ്പില് തോളിലുള്ള സ്റ്റാറുകളുടെ എണ്ണമൊന്നും ഒരു വിഷയമല്ലല്ലോ. ആ കമ്മീഷണർ എന്നെ കുറെ കളിയാക്കിയതാ. അവളുടെ മുഖത്ത് നോക്കി എനിക്ക് രണ്ട് വർത്താനം പറയണം. അയ്യോ, അതൊന്നും വേണ്ട മേഡം, ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ. അതിന് നീ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അതെ, തൽക്കാലം പോലീസുകാരുമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്നാ ഗോപാൽജി പറഞ്ഞിട്ടുള്ളത്. ഓ, എന്നാ ശരി. നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഇന്ന് കോടതി പോകേണ്ട കാര്യമുണ്ടായിരുന്നു, അവിടെ വെച്ച് ഫോൺ സൈലന്റ് ആക്കിയതാ, പിന്നെ മറന്നുപോയി. എന്തുപറ്റി? നിന്നെ തപ്പി രണ്ട് ഗുണ്ടകളോട് വന്നടാ. ഗുണ്ടകളോ? ഈ വീട്ടിലോ? ആരാവന്മാര്? പൈലിയും തോമയും. അവന്മാരോ? ഏട്ടൻ വെറുതെ പുച്ഛിക്കൊന്നും വേണ്ട, അവന്മാര് ഭയങ്കരമാരാ. നീ എന്തിനാ അവരെ അറസ്റ്റ് ചെയ്യിച്ചേ? രണ്ടെണ്ണവും വെള്ളമടിച്ചേ നമ്മുടെ സ്കൂളിന്റെ മുന്നിൽ ബഹളം വെക്കായിരുന്നു. ഞാൻ പോലീസിനെ വിളിച്ച് അവരെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. ഏട്ടൻ പറയുന്ന പോലെയൊന്നും അല്ല, അവര് ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. വീട്ടിൽ കയറി എല്ലാം അടിച്ചു പൊളിക്കാൻ പോയതാ. എന്നിട്ടേ എന്താ അവരൊന്നും ചെയ്യാതെ പോയത്? ഇത് ഗിരിയുടെ വീടാണെന്നുള്ള പേടിയുണ്ടാ? ഓവ, അതൊന്നും അല്ല. ഏട്ടന്റെ വീടാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്. പക്ഷെ ഭാഗ്യത്തിന് കൃത്യം ആ സമയത്ത് മഞ്ജു പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളെ കണ്ടപ്പോഴേക്കും ആ ഗുണ്ടകള് മര്യാദക്കാരായി. അവരുടെ പേടിയൊന്ന് കാണണമായിരുന്നു. രണ്ടുപേരും ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നും പറഞ്ഞ് ഓടിപ്പോയി. മഞ്ജു ഇല്ലാതിരുന്നെങ്കിൽ അവരെ വീട്ടിൽ കയറി എന്തൊക്കെ ചെയ്തേനെന്ന് ആലോചിക്കുമ്പോ പേടിയാവുന്നു. അവരൊന്നും ചെയ്യില്ലായിരുന്നു. നീ എന്റെ പെങ്ങളായിട്ട് ഇങ്ങനെ പേടിച്ചു പോയല്ലോ. ഒരു പോലീസുകാരിയുടെ സഹായം ആവശ്യം വന്നു എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? എടി, പോലീസുകാർ നമ്മളെ ശത്രുക്കളാ. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരിക്കലും സഹായം വാങ്ങാൻ പാടില്ല. മരിക്കാൻ കിടക്കുകയാണെങ്കിലും ഞാൻ പോലീസുകാരുടെ സഹായം ചോദിക്കില്ല. അതിലും ഭേദം മരിക്കുന്നതാണെന്ന് ഞാനങ്ങ് കരുതും. വന്നല്ലോ. ഏട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. കേട്ടു. എന്തിനാടി ചിരിക്കുന്നത്? ഞങ്ങളുടെ മുന്നില് രണ്ട് തല്ലുകൊള്ളികളെ പേടിപ്പിച്ചതിന് ഇത്രയും ജാട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പോലീസുകാരുടെ സഹായം ചോദിക്കില്ല. അത് ശരിയാ, നിങ്ങൾ ഒരിക്കലും പോലീസുകാരുടെ സഹായം ചോദിക്കരുത്. അഥവാ എന്തെങ്കിലും സഹായം കിട്ടിയാൽ തന്നെ ഗിരിയേട്ടൻ അത് വേണ്ടെന്ന് പറയില്ലേ? അത്രയ്ക്ക് അഭിമാനിയല്ലേ ഗിരിയേട്ടൻ?
അതെ, എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ് ഇല്ല, ഒരു സംശയമില്ല. അവളുടെ ആ ചിരി എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവള് നമ്മളെയൊക്കെ കളിയാക്കും അമ്മേ. നമുക്ക് അവളുടെ സഹായം വാങ്ങിക്കേണ്ട സാഹചര്യം വന്നില്ലേ? പക്ഷെ ഏട്ടന്റെ മുമ്പിൽ അവൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏട്ടൻ പോലീസുകാരുടെ ഔദാര്യമൊന്നും വാങ്ങില്ലല്ലോ, അല്ലേ ഏട്ടാ? അതെ അതെ, ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം, ആകെ വേർതിരിക്കുക. ശരി മോനെ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. എത്ര നാളെന്ന് വെച്ചാ നമ്മള് പരസ്പരം ഈ നോട്ട്സ് വഴി സംസാരിക്കുക? വഴക്ക് പറയാനല്ലാതെ ഗിരിയേട്ടൻ എന്നോട് നേരിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?